19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജമ്മ ഡി ജോർജീന ജനിച്ചത്. സുന്ദരിയും സുശീലയുമായി വളർന്ന ജമ്മ തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമൊപ്പം സന്തോഷവതിയായി പഠനത്തിൽ കഴിഞ്ഞിരുന്ന കൗമാരകാലം. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു യാത്രക്കിടയിലുണ്ടായ വലിയ അപകടത്തിൽ അവൾക്ക് തൻ്റെ ശരീരത്തിൽ പലയിടങ്ങളിലും വലിയ മുറിവുകളും ഒടിവുകളും ഉണ്ടായി. കാൽമുട്ടിനേറ്റ ശക്തമായ ആഘാതം മൂലം ശരീരമൊന്ന് അനക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. ലഭ്യമായതിൽ വച്ച് ഏറ്റവും നല്ല ചികിത്സ മാതാപിതാക്കൾ അവൾക്ക് നൽകി അവളെ ശുശ്രൂഷിച്ചു. എങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നു മാത്രമല്ല, വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ വിധി എഴുതി, ജമ്മ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയില്ല. കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിക്ക് ഈ വാർത്ത താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ഡോക്ടറുടെ വാക്കുകൾക്ക് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ അവൾ സമ്മതിച്ചില്ല. പ്രത്യാശയോടെ കിടക്കയിൽ കിടന്നുകൊണ്ട് അവൾ അതിജീവനത്തിൻ്റെ മാർഗം ആലോചിച്ചു തുടങ്ങി. കാലങ്ങളേറെ കഴിഞ്ഞു. അപ്പോഴാണ് താൻ ചെറുപ്പത്തിൽ വായിച്ച വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെയും വിശുദ്ധയ്ക്ക് ഈശോയുടെ തിരുഹൃദയം നൽകിയ വെളിപ്പെടുത്തലുകളെയും കുറിച്ച് അവൾ ഓർത്തത്. ഭക്തി തീഷ്ണതയോടെ വിശ്വാസത്തോടെ വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ മാധ്യസ്ഥ്യം തേടി ഈശോയുടെ തിരുഹൃദയത്തോട് അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു രാത്രിയിൽ പ്രാർത്ഥനാനിരതയായിരുന്ന ജമ്മായ്ക്ക് തൻ്റെ കാൽമുട്ടിൽ അസഹനീയമായ ഒരു വേദന അനുഭവപ്പെട്ടു. ക്രമേണ ആരോ സ്പർശിക്കുന്നതായും വേദന കുറയുന്നതായും അവൾക്ക് തോന്നി. പതിയെ അവൾ തൻ്റെ കാലൊന്നനക്കി. പിന്നെ സാവധാനത്തിൽ എഴുന്നേറ്റു നിന്നു. മെല്ലെ വരാന്തയിലൂടെ നടന്നു നീങ്ങിയ ജമ്മ തനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചത് തിരിച്ചറിഞ്ഞു. ആനന്ദാശ്രുക്കൾ തൂകി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കി അവൾ സ്തുതിഗീതികൾ പാടി. അവളുടെ വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ മാർഗരറ്റ് മേരിയിലൂടെ ഈശോയുടെ തിരുഹൃദയം നൽകിയ സമ്മാനമായിരുന്നു അത്ഭുതകരമായ ഈ സൗഖ്യം. ജമ്മായുടെ ജീവിതം തിരുഹൃദയത്തിൽ ആശ്രയിക്കുവാൻ അനേകർക്ക് പ്രചോദനമായി. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രാൻസിലെ പാരലമോണിയയിലെ വിസിറ്റേഷൻ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന കൊച്ചു സന്യാസിനിക്ക് തൻ്റെ തിരുഹൃദയ പ്രത്യക്ഷീകരണം നൽകി ഈശോ പറഞ്ഞു, കണ്ടാലും മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന ഹൃദയം, അപാരമായ അവാച്യമായ ദാഹത്തോടെ മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത വിധം ആ കരുണാർദ്ര ഹൃദയം ഇന്നും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, ഈശോയുടെ തിരുഹൃദയം ഒരക്ഷയ ഖനിയാണ്. കോടാനുകോടി ദിവ്യാനുഗ്രഹങ്ങളുടെ സനാതന സ്രോതസ്സാണ്. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.